ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പോരാട്ട ചിത്രം തെളിയുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും എന്നാണ് ഭീഷണി. ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തായി. ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. നിങ്ങളെ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കളി തട്ടിക്കോ. 42 വർഷമായി അട്ടപ്പാടിയിലെ സജീവ CPIM പ്രവർത്തകനാണ് മുൻ ഏരിയ സെക്രട്ടറിയായ VR രാമകൃഷ്ണൻ. 4 ടേമുകളിലായി CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ച അഗളി പഞ്ചായത്ത് ഒമ്മല 18-ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് VR രാമകൃഷ്ണൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഫോണിൽ ഭീഷണിയെത്തി. പക്ഷെ ഇന്നലെ രാത്രിയിലാണ് ആദ്യം ജംഷീർ എന്നെ വിളിച്ചിട്ട് കുറെ അനാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. രണ്ടാമത് വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് ഒരു 8 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് പറഞ്ഞത്, നിങ്ങളിത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. അതേസമയം ഭീഷണിയല്ല, ഇരുവരും തമ്മിൽ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്നാണ് ഏരിയ സെക്രട്ടറി A പരമേശ്വരന്റെ വിശദീകരണം. ജംഷീറിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും ഏരിയ സെക്രട്ടറി. വിഷയം അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. രാമകൃഷ്ണനുമായുള്ള പ്രശ്നം എന്നെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പം തന്നെ പറയും. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വളരെ നന്നായി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് VR രാമകൃഷ്ണൻ. വിഷയത്തിൽ അഗ്ലി ഡിവൈഎസ്പിക്ക് VR രാമകൃഷ്ണൻ പരാതിയും നൽകി. ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും എങ്ങനെയുമൊക്കെ പിന്തിരിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ. നാളെ വൈകിട്ടോടെ മത്സരത്തിന് അന്തിമ ചിത്രം വ്യക്തമാകും. കോൺഗ്രസ് വിമതർ പിന്മാറിയില്ലെങ്കിൽ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് K മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. എല്ലാ ജില്ലകളിലും മുന്നണികൾക്ക് തലവേദനയായി വിമതർ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം CPIM-ന് 4-ഉം കോൺഗ്രസിന് 3-ഉം വിമതരാണ് മത്സരരംഗത്തുള്ളത്. മറ്റിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. CPIM അംഗങ്ങളായ ഭൂരിഭാഗം വിമതരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം വരെ കോൺഗ്രസ് വിമതർക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നടപടി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ്, ബെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിമതരായി മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആകെ 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്നലെ 2,261 നോമിനേഷനുകളാണ് സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥികളും നാളെ നോമിനേഷൻ പത്രികകൾ പിൻവലിക്കും. 24 തിരുവനന്തപുരം. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് കാസർഗോഡ് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ താഴിട്ടങ്ങ് പൂട്ടി. നേതാക്കളുടെ ഫോട്ടോയും ഫർണിച്ചറുകളും എടുത്തു മാറ്റിയാണ് പ്രവർത്തകർ ഓഫീസ് അടച്ചുപൂട്ടിയത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മഞ്ചേശ്വരം പഞ്ചായത്തിൽ നിന്നുള്ള 3 സീറ്റിൽ 2 മുസ്ലിം ലീഗിനും 1 കോൺഗ്രസിനും നൽകണമെന്നതായിരുന്നു ധാരണ. പക്ഷേ 3 സീറ്റും ലീഗിന് നൽകിയതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസ് പൂട്ടിയത്. എറണാകുളത്തെ വിമതരെ പുറത്താക്കി CPIM. പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി അംഗം OE അബ്ബാസിനെയാണ് പുറത്താക്കിയത്. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു അബ്ബാസ്. ഭരണസമിതിയുടെ അവസാന യോഗ ദിവസം വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ് അബ്ബാസിന് CPIM സീറ്റ് നിഷേധിച്ചത്. ഇതോടെ പല്ലാരിമംഗലത്ത് 11-ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയാവുകയായിരുന്നു അബ്ബാസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത SIT.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി സാക്ഷിയാക്കാനും SITക്ക് നീക്കമുണ്ട്. ആറന്മുളയിലെ എ പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയ റെയ്ഡിൽ നിർണായക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന തുടരുകയാണ്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2019 മുൻപും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച പ്രതിഫലം കൊണ്ടാണോ ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പത്മകുമാറിന്റെ വിദേശയാത്രകളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയാണ് അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തത്. യാത്രകളുടെ ലക്ഷ്യം, കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടാനാണ് SITയുടെ നീക്കം. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്നു. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം. ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം പത്മകുമാറിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി എ പത്മകുമാർ പലതും വിളിച്ചു പറയുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം എത്തും. ഹൈക്കോടതി മേൽനോട്ടത്തിലായതിനാലാണ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ദേവസ്വം മന്ത്രി ആ ഫയല് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ചു എന്നാണ് പത്മകുമാറിന്റെ മൊഴി. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരിക. ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു, മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല. ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുക. ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ. കടകംപള്ളി മാത്രമല്ല, വാസവനിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ. കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുവേദിയിലേക്ക് എത്തി TVK അധ്യക്ഷൻ വിജയ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനമാണ് കാഞ്ചീപുരത്തെ പൊതുവേദിയിൽ വിജയ് ഉന്നയിച്ചത്. സമൂഹനീതിക്കായാണ് തന്റെ പോരാട്ടമെന്നും MK സ്റ്റാലിൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കാഞ്ചീപുരത്ത് നടത്തിയ ഉള്ളരങ്ങ് പരിപാടിയിലായിരുന്നു വിജയുടെ വിമർശനം. TVKക്ക് ആശയമില്ലെന്നാണ് DMK പറയുന്നത്. സാമൂഹിക നീതിയാണ് TVKയുടെ ആശയം. എന്നാൽ DMKക്ക് കൊള്ള നടത്തുകയെന്നത് മാത്രമാണ് ആശയമെന്നും വിജയ് കുറ്റപ്പെടുത്തി. அந்த கட்சியினுடைய தலைவர் தமிழ்நாட்டு முதல்வர் சொல்றாரு, நமக்கு கொள்கை இல்லையா, இவங்க கொள்கையே கொள்ளைதானே. TVK സാധാരണക്കാർക്കൊപ്പമാണ്, ഒന്നിനും കൊള്ളാത്തവരുടെ കൂട്ടമെന്നാണ് TVK പറയുന്നത്. എന്നാൽ ഈ കൂട്ടം നാളെ തമിഴ്നാടിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതും. അതിനുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും വിജയ്. നമ്മ ആட்சிக்கு വന്നാ അതെന്നെ വന്നാ வருவோம். மக்கள் கண்டிப்பா നമ്മളെ வரவேற்பாங்க. DMKയെ രൂക്ഷമായി വിമർശിച്ചപ്പോഴും കേന്ദ്ര സർക്കാരിനെയോ അണ്ണാ DMKയെയോ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കരൂർ ദുരന്തത്തിന് പിന്നാലെ ആദ്യമായി TVK നടത്തിയ പൊതുപരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണ് പങ്കെടുത്തത്. அவர் வந்தா தமிழகம் ரொம்ப நல்லா சிறப்பா போகும்னு ஒரு நம்பிக்கை இருக்கு. அவருக்கு தான் ஓட் போடணும் எல்லாரும். தலைவர் கூட்டத்துக்கு வந்தோம். தலைவர் சொன்ன மாதிரி 2026 நம்ம தலைவர் தான் CM, TVK தான் ஜெயிக்கும். കരൂരിനെ കുറിച്ച് നിലവിലൊന്നും പറയുന്നില്ലെന്നും അത് പിന്നീട് പറയുമെന്നും വിജയ് പറഞ്ഞു. അതിനിടെ SIRനെതിരെ TVK സുപ്രീം കോടതിയെ സമീപിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം ചേർന്ന ആദ്യ യോഗം, 2000-ഓളം പേർ പങ്കെടുത്ത ഈ യോഗത്തിലും കരൂരിനെ പറ്റി ഒന്നും പറഞ്ഞില്ല വിജയ്. മാത്രമല്ല, അക്കാര്യങ്ങൾ പിന്നീട് പറയും എന്നാണ് വിജയ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് ഒന്നും തന്നെ പറയുന്നുമില്ല. കാഞ്ചീപുരത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ തുടരന്വേഷണത്തിന് NIA. മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ദിണ്ടിഗൽ, ചെന്നൈ, കണ്ണൂർ എന്നിവിടങ്ങളിൽ 14 വർഷമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ജനുവരി 10-ാം തീയതിയാണ് സവാദിനെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്.
14 വർഷത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമായിരുന്നു NIAയുടെ അറസ്റ്റ്. ചെന്നൈയിലും കണ്ണൂരിലും ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കളാണെന്ന് NIAക്ക് മൊഴി നൽകി. ഇതിനു പിന്നാലെയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് NIA കോടതിയെ സമീപിച്ചത്. സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനയിലെ പങ്കന്വേഷിക്കണമെന്നാണ് NIAയുടെ ആവശ്യം. കോടതി അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇതുവരെ 55 പേരാണ് കൈവെട്ട് കേസിന്റെ പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ 25ഓളം പേരെ കോടതി ശിക്ഷിച്ചിരുന്നു. തുടരന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടെ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കിൽ ഒടുവിൽ പോലീസിന്റെ തിരുത്ത്. പിരിച്ചുവിട്ട 14 പേരുടെ കണക്ക് മാത്രമേ കൈവശമുള്ളൂ എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് 24-ന് കിട്ടിയ ആദ്യ വിവരാവകാശ മറുപടി. എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. 144 പേരുടെ പേര് വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്തില്ലെന്നും വിവിധ യൂണിറ്റുകളിലാണെന്നും 24 നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2016 ശേഷം 114 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല. 2016 ശേഷം അച്ചടക്ക നടപടിയെടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 14 പേർ മാത്രം. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച കണക്കും രണ്ടായതോടെ അത് രാഷ്ട്രീയ വിവാദമായി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കണക്ക് ഇതുവരെ പിരിച്ചുവിട്ട ആളുകളുടെ പേര് നമ്പർ 14, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 144 ആകുന്നത് എങ്ങനെയാണ്? നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഇതിനു കൂടി മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. 24 നൽകിയ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് കണക്ക് തിരുത്തി. അതായത് സംസ്ഥാനത്ത് 9 വർഷത്തിനിടെ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിലേക്ക് ഒടുവിൽ പോലീസ് ആസ്ഥാനവും എത്തി. ക്രിമിനൽ കേസുകളിലും ഗുരുതര പെരുമാറ്റ ദൂഷ്യവും കണ്ടെത്തിയ 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന് വിവരാവകാശ ഉത്തരത്തിന് എതിരെ നൽകിയ അപ്പീലിന് മറുപടിയായി പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചു. ഇതുകൂടാതെ ദീർഘകാലം ജോലിയിൽ നിന്ന് വിട്ടുനിന്നതിനാൽ 236 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്നും മറുപടിയിൽ പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കണക്കിനൊപ്പം പോലീസ് ആസ്ഥാനവും എത്തിയെങ്കിലും പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് പോലീസ് ആസ്ഥാനത്തിന് അറിയില്ല. പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക് വേണമെങ്കിൽ പോലീസ് വകുപ്പിന് കീഴിലെ മറ്റ് യൂണിറ്റുകളുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം. അതിനായി 41 യൂണിറ്റുകളുടെ പട്ടികയും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. നൽകിയ അപ്പീലിനെ തുടർന്ന് പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക് 14-ൽ നിന്ന് 144-ആയി ഉയർന്നിട്ടുണ്ട്. അപ്പോഴും സുപ്രധാനമായ ചോദ്യം ബാക്കിയാണ്. ഈ പിരിച്ചുവിടപ്പെട്ട 144 പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? അവരുടെ പട്ടിക എവിടെ? എന്തായാലും പോലീസ് ആസ്ഥാനത്ത് ഈ പട്ടികയില്ല. ആവശ്യമെങ്കിൽ കീഴ് യൂണിറ്റുകളോട് ചോദിക്കാനാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. 10,000 പേരൊന്നുമില്ല, വെറും 144 പേരാണ്. 144 പേർ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ പിരിച്ചുവിടപ്പെട്ടവരാണ്. അവരുടെ പട്ടിക പോലീസ് ആസ്ഥാനത്ത് ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയുമോ അറിയില്ല. എന്തായാലും അത് നമ്മുടെ വിവരാവകാശ മറുപടിയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ദുബായിൽ തേജസ് യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച പൈലറ്റിന്റെ സംസ്കാരം ഇന്ന്. വിംഗ് കമാൻഡർ നമാഷ് സ്യാലിന്റെ മൃതദേഹം തമിഴ്നാട്ടിലെ സുലൂരിലെത്തിച്ചു. നമൻ സ്യാൽ സേവനമനുഷ്ഠിച്ചിരുന്ന IAF-ന് 45-ാം സ്ക്വാഡ്രൺ സ്ഥിതി ചെയ്യുന്ന താവളമാണ് കോയമ്പത്തൂരിനടുത്തുള്ള സുലൂർ. ഇന്നലെ രാത്രിയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം എത്തിച്ചത്. സ്വദേശമായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലാകും സംസ്കാരം. അപകടത്തിൽ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും UAEയും പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ട് ആണ് അറസ്റ്റിലായത്. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സമാഹരിച്ചതായും വിവരമുണ്ട്. ആക്രമണ രീതി, സാമ്പത്തികം എന്നിവയെക്കുറിച്ച് വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കിട്ടി.
ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലുൾപ്പെടെ തുഫൈൽ നിയാസ് ഭട്ടിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടിനെ ജമ്മു കാശ്മീർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചു. 2 വർഷം കൊണ്ട് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ട്രിഗറിംഗ് ഉപകരണങ്ങളും ശേഖരിച്ചു. അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുൾപ്പെടെ പ്രതികൾ ആയുധങ്ങൾ വാങ്ങി. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായി ഡീപ് ഫ്രീസർ സംഘടിപ്പിച്ചു. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദാണ് ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ നീക്കം നടത്തിയതെന്നാണ് വിവരം. വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘം. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഡോക്ടർ ആദിൽ റാത്തറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല. ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലായതോടെ ഉമർ വീണ്ടും കാശ്മീരിലെത്തി. ഗാസിഗുണ്ടിൽ വെച്ച് സംഘത്തിലെ അംഗങ്ങളുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. അൽ ഖ്വയ്ദയോട് താൽപര്യമുള്ളവരായിരുന്നു അറസ്റ്റിലായ ആദിൽ റാത്തറും ഇർഫാനും. എന്നാൽ ഉമർ മുഹമ്മദിന് IS-നോടായിരുന്നു താൽപര്യം. 24 ഡൽഹി. ഉത്തർപ്രദേശിലെ നോയിഡയിൽ BLO-മാർക്കെതിരെ കൂട്ട നടപടി. SIR നടപടികൾ പൂർത്തിയാക്കാത്ത 60 BLO-മാർക്കെതിരെ കേസെടുത്തു. 181 BLO-മാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ട്. ഡീറ്റലൈസേഷൻ പൂർത്തിയാക്കാത്ത BLO-മാരുടെ ദിവസവേതനം റദ്ദാക്കാനും നീക്കമുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് BLO-മാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. നോയിഡയിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത 60 BLO-മാർക്കെതിരെയും 7 സൂപ്പർവൈസർമാർക്കെതിരെയുമാണ് കേസെടുത്തത്. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അവഗണിച്ചെന്നാരോപിച്ചാണ് നടപടി. നോയിഡയിലെ 181 BLO-മാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയേക്കും. BLO-മാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നേരിട്ട് പരിശോധന നടത്താൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്ത BLO-മാരുടെ ദിവസവേതനം റദ്ദാക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി BLO-മാർ മാനസിക സമ്മർദ്ദം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് SIR പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്ത BLO-മാർക്കെതിരെ കടുത്ത നടപടികൾ കൂടി സ്വീകരിക്കുന്നത്. കേരളത്തിലും ബംഗാളിലും രാജസ്ഥാനിലും ഉൾപ്പെടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ BLO-മാർ ആത്മഹത്യ ചെയ്തിരുന്നു. 24 ഡൽഹി. SIR നടപടികളിൽ BLO-മാർക്ക് സമയപരിധി അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കെൽഖർ. ഫോമുകൾ നേരത്തെ ലഭിക്കുന്നത് SIR നടപടികളെ കുറ്റമറ്റതാക്കാൻ സഹായിക്കും. മുൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ SIR പൂർത്തിയാക്കുമെന്നും രത്തൻ യു കെൽഖർ 24-നോട് പറഞ്ഞു. നിർബന്ധമായിട്ട് 26-നുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ള ഒരു അങ്ങനെ ഒരു നിർദ്ദേശം ആർക്കും ഇല്ല. പരമാവധി നമുക്ക് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതേ പറയുന്നുള്ളൂ. പിന്നെ അവരുടെ ടാർഗറ്റ് അനുസരിച്ച് അതത് ജില്ല അവരുടെ ടാർഗറ്റ് അവർ ബേസിസിൽ വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത്. 4-5 ദിവസം ഇല്ല 6-7 ദിവസത്തിനകം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. സോ അത്ര ദിവസത്തിനകം നമുക്ക് പൂർത്തിയാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് എല്ലാ BLO-മാർക്ക് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങവേ സ്ഥാനാർത്ഥിക്ക് വീണ് ഗുരുതര പരിക്ക്. എറണാകുളം ചെങ്ങമനാട് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി T ശാന്താമണിക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വിപിൻ C വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. വിപിൻ, കാലെന്തോ തെറ്റിപ്പോയതാണ്. എല്ലിന് പൊട്ടലോ മറ്റോ ഉണ്ടോ? അതെ അശ്മി, തോളലിന് പൊട്ടലുണ്ട്, ഒപ്പം തന്നെ നെറ്റിയിലും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുമ്പോഴാണ് സ്റ്റെപ്പിൽ നിന്ന് കാല് തെറ്റി വീഴുന്നത്. ചെങ്ങമനാട് പഞ്ചായത്തിലെ 18-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന T ശാന്താമണിക്കാണ് ഈ വീണ് പരിക്കേറ്റത്. ആ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ കാല് തെറ്റിയതൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് പറയാം. ഇപ്പോൾ കയ്യിന് പൊട്ടലുണ്ട്, ഒപ്പം തന്നെ അവരുടെ നെറ്റിയിലേക്കുമാണ് ഇരിക്കുന്നത്. ആ സമയത്ത് മകൻ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവർ കൂടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അവർ കൂടി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വീഴ്ച മറ്റാരും കാണാതെ പോയേനെ. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവർക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ട് കൂടുതൽ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഷ്മി. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം.
കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡല മകരവിളക്ക് സീസണിലെ 8ാം ദിവസമായി ഇന്നും സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക്. ഇന്നലെ 80,000-ലധികം പേരാണ് മലചവിട്ടി സന്നിധാനത്തെത്തിയത്. ഇതുവരെ 6 ലക്ഷം ഭക്തർ ഈ മണ്ഡലകാലത്ത് സന്നിധാനത്തെത്തി. ഇന്ന് 1 മണി വരെ 40,000 ഭക്തർ ദർശനത്തിനായി എത്തി. സ്പോട്ട് ബുക്കിംഗ് 5000 കടന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.